ഗുഡ് മോർണിംഗ്. മഴയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോയിൽ കുറച്ച് പുളുങ്കുരു വറുത്ത അരിയുണ്ട ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് തരാമോ, അവരുടെ മകൾ ഗൾഫിലേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഇഷ്ടമായി കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെയിൽ കണ്ട സമയത്ത് ഇതേപോലെ തന്നെ മുറ്റത്ത് അടുപ്പ് കൂട്ടിയിട്ട് വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ കുറച്ചല്ല, ഒത്തിരി അധികം ഉണ്ടായിരുന്നു. അതായത് 2-2.5 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നല്ലോണം വറുത്ത് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നമ്മൾ അരി ഊറ്റാൻ വെക്കണ പോലെ തന്നെ ഇത്തവണ ഞാൻ തുണിയുടെ തോർത്തിൽ ഇങ്ങനെ കെട്ടി വെച്ചാണ് കേട്ടോ ഊറ്റി കളഞ്ഞത്. കാരണം കുറേ അധികം ഉണ്ടായ കാരണം. പിന്നെ അത് നമ്മുടെ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചു കേട്ടോ. പൊടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് പൊടിപ്പിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് ആറാൻ വെച്ചു കേട്ടോ. അതിൻ്റെ ചൂടൊന്ന് പോകണമല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിന്മേന്ന് തന്നെ തേങ്ങ കിട്ടി. അപ്പോൾ നല്ല നാടൻ തേങ്ങയും കിട്ടി. അപ്പോൾ ആ തേങ്ങ പൊതിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. നാടൻ തേങ്ങയാണെങ്കിലേ ഞാൻ കുടിക്കാറുള്ളൂ കേട്ടോ. നമ്മൾ മേടിക്കുന്ന തേങ്ങയുടെ വെള്ളമൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അല്ലെങ്കിലും പറയാനായിട്ടുണ്ടല്ലോ, തേങ്ങ വെള്ളമാണ് തവള മൂത്രമൊഴിക്കാത്ത ഒരു വെള്ളം എന്നാണ് കേട്ടേക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചുക്കും ജീരകവും ഏലക്കായും എല്ലാം കൂടി ഇട്ട് കല്ലിലിട്ട് നന്നായിട്ട് ചതച്ച് അതും പൊടിയാക്കി ഇട്ടു. പിന്നെ ശർക്കര ഇത്തവണ ഞാൻ പാവ് കാച്ചാതെ ഇങ്ങനെ കഷ്ണങ്ങൾ പീസായിട്ട് നന്നായിട്ട് ചിരണ്ടിയാണ് ഇട്ടത്. കാരണം നല്ല ശർക്കരയായിരുന്നു, കല്ലൊന്നുമില്ലാത്ത ശർക്കരയായിരുന്നു. പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് അധികം വെള്ളമൊന്നും വേണ്ടിയൊന്നുമില്ല കേട്ടോ. ഒരു തുള്ളി വെള്ളം അങ്ങനെ പതുക്കെ തളിച്ചോളൂ കേട്ടോ. തേങ്ങയൊക്കെ അധികം ഉണ്ടായ കാരണം കൊണ്ട് നന്നായിട്ട് നമുക്ക് കുഴച്ച് ഉണ്ടയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടാണ്. കുറച്ചധികം നേരം ഞാൻ കുഴച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റായി. അങ്ങനെ കുറേ നിറച്ച് ഉണ്ട ഉണ്ടാക്കിയിട്ടോ. ഉണ്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ നന്നായിട്ടൊന്ന് ആവിക്ക് വെച്ചു. ആവിക്ക് വെച്ചിട്ട് അത് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായി. തുറന്നപ്പോൾ തന്നെ നല്ല ഉണ്ടയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് ഒരു 15 എണ്ണം മറ്റേ ആ ചേച്ചിക്ക് കൊടുത്തയച്ചു. ബാക്കി നമ്മളെല്ലാവരും കൂടി എടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് തിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ എനിക്ക് തോന്നി അടുത്ത ഇനി സീസൺ വന്നല്ലോ, പുളിങ്കുരുയുടെ സമയം വന്നെങ്കിൽ. അപ്പോൾ ഇനി ആ സീസൺ വരുമ്പോൾ ഇതേപോലെ പുളിങ്കുരുവൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഈ പലഹാരമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.